ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിസൈനർ ബേബി ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് 2.5 വയസ്സായ കുട്ടിയുടെ അളവിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഒരുപാട് പേര് മുമ്പുള്ള വീഡിയോസിലൊക്കെ കമൻസിലൂടെ വന്ന് ചോദിക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ റേറ്റും പിന്നെ എത്ര വേണ്ടി വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഈ ഒരു പ്രിൻറ്റിലുള്ള മെറ്റീരിയലാണ് ഞാൻ ഈ യോക്കിന് കൊടുക്കുന്നത്. ഇതിങ്ങനെ നിറയെ സീക്വൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് ഞാൻ 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഞാൻ യോക്കിനും അതുപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ബോ ഒക്കെ വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ പ്ലെയിൻ നെറ്റ് ഫാബ്രിക് ആണ്. ഇത് ഞാൻ 2.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ലൈനിങ് കൊടുക്കുന്നത്. ഇതൊരു സാറ്റിൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ 2 മീറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ താഴേക്ക് ഇതുപോലത്തെ സ്റ്റിഫ് നെറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി മെറ്റീരിയൽ ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്യണം. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 300ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 ആക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറൊരു ഫ്രോക്ക് വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നെക്കും ആം ഹോളും ഷോൾഡറും ലെങ്ത്തും എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് ഇതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്യണം. 2 സ്ലീവിനുള്ളതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നേരത്തെ ഞാൻ വെച്ച ആ ഒരു ഫ്രോക്കിൻ്റെ ഈ ഒരു ആം ഹോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത്, സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലെങ്ത്ത് 14 ഇഞ്ചസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ താഴെ സ്ലീവിൻ്റെ റൗണ്ട് 3 ഇഞ്ചസും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ സ്ലീവ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റ് ഫാബ്രിക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 19 ഇഞ്ചസാണ്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഇത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വിഡ്ത്ത് നിങ്ങളെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഇരട്ടി വിഡ്ത്ത് എടുക്കാൻ നോക്കുക. ഇതുപോലെ തന്നെ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ഇങ്ങനെ നെറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. 2 ലെയറായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൈനിങ്ങും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സാറ്റിൻ്റെ ക്ലോത്ത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. വെടുത്ത് നിങ്ങളൊരു വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡബിളെങ്കിലും എടുക്കുക. പിന്നെ താഴെ ഞാനിതുപോലത്തെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് വേറൊരു ലൈനിങ് കൂടി വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 11 ഇഞ്ചസാണ്. വെടുത്ത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും എടുക്കുക, ഒരുപാടൊന്നും എടുക്കേണ്ട. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ യോക്ക് പാർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഞാനിതാ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ടിത് അപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചിട്ട് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നെക്കിൻ്റെ ഇവിടെ മുതൽ നമ്മൾ സിബിന് കട്ട് ചെയ്താൽ അതിലൂടെ ഇങ്ങനെ പോയിട്ട് മറ്റേ നെക്കിൻ്റെ അവിടെ വരെ പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ സിബ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതാ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ബാക്ക് പാർട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നെക്ക് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെതാ ഈ ഒരു നല്ല വശത്ത് നമ്മളെ ബാക്ക് നെക്കിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ബാക്ക് പീസ് എടുത്തിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. 2 ഷോൾഡർ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇതിൻ്റെ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ 2 സ്ലീവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴെ ഇതുപോലെ 2 സ്ലീവിലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെറ്റ് ഫാബ്രിക് വെച്ച് കൊടുക്കാം. 2 ബാക്കിലും ഫ്രണ്ടിലും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ എല്ലാം സൈഡ്സൊക്കെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു താഴെ ഭാഗം തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയും വേണം. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ വലിച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചുരുക്കായി വരും. ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ളതാണ്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിലും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ളതാണ്. ഫ്രണ്ടിൽ തന്നെ ഞാൻ നെറ്റിൻ്റെ 2 ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാനിതാ ഈ ഇതിനെ 2 ലെയറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു 2 പീസിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിലൊരു നൂല് വലിച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചുരുക്കമായി വരും. അപ്പോൾ ഞാൻ 2 പീസിലും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 കൂടിയും ഒരുമിച്ച് വെച്ചിട്ട്, അതായത് സാറ്റിൻ്റെ ക്ലോത്തും അതുപോലെ ഈ ഒരു 2 ലെയർ നെറ്റ് ഫാബ്രിക്കും കൂടിയും ഒരുമിച്ച് വെച്ചിട്ട് മുകളിലൊരു ഒറ്റ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ളതാണ്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിലോട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറ്റേ പാർട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് യോക്കിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ താഴെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റും അതിൻ്റെ മുകളിൽ വെച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റിഫ് നെറ്റിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 2ലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് നമ്മളുടെ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിൻ്റെ നല്ല വശം വെച്ചിട്ട് യോക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിഫ് നെറ്റിൻ്റെ മുകളിലായിട്ട് വേറൊരു കോട്ടൻ്റെ ലൈനിങ് വെച്ച് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡ്സ് ജോയിൻ ചെയ്താൽ മതി. സ്ലീവ് മുതൽ താഴെ വരെ 2 സൈഡ്സും ജോയിൻ ചെയ്താൽ മതി. പിന്നെ 2 സൈഡിലായിട്ട് ഞാൻ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിലോട്ട് കെട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന മുമ്പായിട്ട് ബാൻഡൊക്കെ വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ബാക്കിലൊരു വലിയ ബോ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്ത പാർട്ടി വെയർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.